വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഇക്കണോമിക്സ് സബ്ജക്റ്റിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് ഇക്കണോമിക്സ് പഠിച്ചു കാണും. എന്നാലും അതിന് ഒരു വേറിട്ട ശാഖയായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇക്കണോമിക്സ് എന്ന വാക്ക് രൂപം കൊള്ളുന്നത് വൈക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ദി വേർഡ് ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് വൈക്കണോമിയ, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം രൂപം കൊള്ളുന്നത് വൈക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അതായത് നമ്മൾ ഏതൊരു പ്രവൃത്തിയും അടിസ്ഥാനപരമായി തുടങ്ങുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളുടെ ഭരണം, ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന അർത്ഥം വരുന്ന വൈക്കണോമിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഇക്കണോമിക്സ് രൂപം കൊള്ളുന്നത്. എന്താണ് ഹൗസ് ഹോൾഡ്? ഹൗസ് ഹോൾഡ് എന്നാൽ ദി സിംഗിൾ യൂണിറ്റ് ഓഫ് എ ഫേം. ഇതാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് എ ഫേം. ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനം അല്ലേ? ഒരു സ്ഥാപനത്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റ്, ഏക യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഏതൊരു ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു പിതാവുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനും ഇക്കണോമിക്സിനും പിതാവുണ്ട്. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആഡം സ്മിത്തിനെയാണ്. ആഡം സ്മിത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. ആഡം സ്മിത്തിനെ നമ്മൾ എന്തായി കണക്കാക്കുന്നു? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. എന്നാൽ ആഡം സ്മിത്ത് ഒരു ആധുനിക സാമ്പത്തിക ശാസ്ത്രകാരനല്ല. ആഡം സ്മിത്ത് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്, പൗരാണിക സാമ്പത്തിക ശാസ്ത്രകാരനാണ്. എന്നാൽ അദ്ദേഹം വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാനിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, ഉൽപാദനം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, അതുപോലെ തന്നെ കോസ്റ്റ്, ചെലവ്, അങ്ങനെ വരുന്ന നാനാ തുറകളിലുള്ള സമസ്യകൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ആഡം സ്മിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷനെ മാനിച്ചുകൊണ്ട് ആഡം സ്മിത്തിനെ നമ്മൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. അപ്പോൾ ഇക്കണോമിക്സ് രൂപം കൊള്ളുന്നത് വൈക്കണോമിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ആകട്ടെ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റും എന്നാണ്. അപ്പോൾ ഗൃഹഭരണം എന്നർത്ഥം വരുന്ന വൈക്കണോമിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം, ഇക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ്, the word economics is derived from the Greek word oikonomia, which means household management. എന്താ ഹൗസ് ഹോൾഡ്? ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ദി സിംഗിൾ യൂണിറ്റ് ഓഫ് എ ഫേം അല്ലേ? ഒരു സ്ഥാപനത്തിന്റെ എന്താണ്? ഒരു സിംഗിൾ യൂണിറ്റ് ആണ്, ഏക യൂണിറ്റ്, ഒറ്റ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത്. ചെറിയ യൂണിറ്റ് ആണ് ഏത്? ഹൗസ് ഹോൾഡ്. ഓക്കെ. അതുപോലെ നമ്മൾ പറഞ്ഞു എന്താ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? ആഡം സ്മിത്ത് അല്ലേ? അദ്ദേഹത്തെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് അല്ലേ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അദ്ദേഹം മോഡേൺ എക്കണോമിസ്റ്റ് ആണോ? അല്ല, അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ് അല്ലേ? എന്നാലും അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തായി കണക്കാക്കുന്നു? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. അദ്ദേഹം 1776 അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഏത് ഇയറില? 1776. ബുക്കിൻ്റെ പേര് ആൻ
എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. എന്താണ് ബുക്കിന്റെ പേര്? ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, പബ്ലിഷ്ഡ് ഇൻ 1776. അല്ലേ? എന്താ ആൻ എൻക്വയറി, എൻക്വയറി അന്വേഷണം അല്ലേ? എൻക്വയറി ഇൻ ടു ദി നാച്ചർ, നാച്ചർ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം. ഏതിൻ്റെ? ദി നാച്ചർ, നാച്ചർ മീൻസ് പ്രകൃതം അല്ലേ? നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ കാരണങ്ങളിലേക്കും പ്രകൃതത്തിലേക്കും ഉള്ള ഒരു അന്വേഷണം അല്ലേ? ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1776. അതിലൂടെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു നിർവചനം നൽകുകയുണ്ടായി. നിർവചനത്തിന്റെ പേര് എന്ന് പറയുന്നത് വെൽത്ത് ഡെഫിനിഷൻ, ധനാധിഷ്ഠിത നിർവചനം, ധനത്തിൽ അധിഷ്ഠിതമായ നിർവചനം. അതിലൂടെ അദ്ദേഹം പറഞ്ഞ ഇതാണ്: എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത്. എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത് അല്ലെങ്കിൽ സയൻസ് ഓഫ് വെൽത്ത്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ധനത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ നിർവചനത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ? ധനാധിഷ്ഠിത നിർവചനം, ധനത്തിൽ അധിഷ്ഠിതമായ നിർവചനം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇക്കണോമിക്സ് എന്ന പദം രൂപം കൊള്ളുന്നത് വൈക്കണോമിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് ആകട്ടെ എന്താണ്? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണ് അല്ലെ? അപ്പോൾ എന്താണ് ഹൗസ് ഹോൾഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ദി സിംഗിൾ യൂണിറ്റ് ഓഫ് എ ഫെയിം. അതുപോലെ നമ്മൾ പറഞ്ഞു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെ? ആരാണ്? ആഡം സ്മിത്ത് അല്ലെ? ആഡം സ്മിത്തിനെ നമ്മൾ എന്തായി കണക്കാക്കുന്നു? ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് അല്ലെ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ബുക്കിന്റെ പേര് നമ്മൾ പറഞ്ഞു അല്ലെ? എന്താ? ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, രാഷ്ട്രങ്ങളുടെ സമ്പത്തിന്റെ കാരണങ്ങളിലേക്കും പ്രകൃതത്തിലേക്കുമുള്ള ഒരു അന്വേഷണം അല്ലെ? പബ്ലിഷ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1776. ഓക്കെ, ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ പരിചിതമായ കുറച്ച് പദങ്ങൾ നിങ്ങൾ കേട്ടതാവാം, പഠിച്ചതുമാകാം. നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒന്നാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക ശാസ്ത്രം 2 ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമി, ഒരു ടെസ്റ്റിന്റെ പേരാണ് ഇന്ത്യൻ ഇക്കോണമി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് ആവശ്യം വേണ്ട അറിഞ്ഞിരിക്കേണ്ടതായ ചില പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾ GDP കുറിച്ച് കേട്ടിട്ടുണ്ടോ അല്ലെ? എന്താ GDP അല്ലെ? എന്താണ് ഇതിന്റെ പൂർണ്ണ രൂപം? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെ? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. കേട്ട് കാണും അല്ലെ? എന്താണ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് GDP? GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓർ മാർക്കറ്റ് പ്രൈസ്. ഇതാണ് ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓഫ് മണി വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം അല്ലെ? മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് ഓൺ ഇയർ. അതാണ് GDP is the money value of all goods and services produced in the domestic territory of a country during one year. One year means fiscal year അല്ലെങ്കിൽ financial year.
അപ്പോൾ എന്താണ്? GDP is the money value of all goods and services produced in the domestic territory of a country during 1 year. അല്ലേ? ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത്, അല്ലെ, ഡൊമസ്റ്റിക് ടെറിട്ടറി, ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, അല്ലെങ്കിൽ അതിനെന്തെന്ന് പറഞ്ഞു? കമ്പോള വില എന്ന് പറഞ്ഞു. അല്ലേ? അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓഫ് all goods and services produced in the domestic territory of a country during 1 year. അല്ലേ? ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലെങ്കിൽ കമ്പോള വില എന്ന് പറഞ്ഞു. അല്ലേ? അപ്പോ അതുപോലെ തന്നെ നമ്മൾ കേട്ട് കാണും നാഷണൽ ഇൻകം. അല്ലോ സാധാരണഗതിയിൽ ഈ രണ്ട് ടേമുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുള്ള അല്പ വ്യത്യാസമാണ് തോന്നിക്കുന്നതെങ്കിലും രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംജ്ഞകളാണ്. അപ്പോ GDP നമ്മൾ എങ്ങനെയാണ് പ്രതിപാദിച്ചത്? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമായി, അല്ലേ, അല്ലെങ്കിൽ കമ്പോള വിലയായി അവതരിപ്പിച്ചു. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എന്നാൽ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി സം ടോട്ടൽ. ഇറ്റ് ഈസ് ദി സം ടോട്ടൽ, SUM സം. ഇറ്റ് ഈസ് ദി സം ടോട്ടൽ. ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് all final goods and services produced in a country during 1 year. എന്താണ്? ഒരിക്കൽ കൂടി, ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് SUM സം, തുക എന്നുള്ള. അല്ലേ? ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് all final goods and services produced in the country during 1 year. അല്ലേ? ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ, ഫിസിക്കൽ ഇയറിൽ, ഫിനാൻഷ്യൽ ഇയറിൽ, അല്ലേ, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അത് എടുത്തു പറയണം കേട്ടോ. അന്തിമ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ, അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക അല്ലെങ്കിൽ മണി വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെ, പണമൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതിൻ്റെ വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ? ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ മാത്രമേ പരിഗണിക്കാറുള്ളൂ. അല്ലെ എന്ന് പറഞ്ഞാൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂകൾ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂകൾ നമ്മൾ എന്ത് ചെയ്യാറില്ല? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കാറില്ല. അപ്പോ എന്താണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ? നാഷണൽ ഇൻകം is the sum total of all final goods and services produced in a country during 1 year. അല്ലെ, ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക. അപ്പോൾ ഈ രണ്ട് ടേമുകൾ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? GDP നോക്കി, അല്ലെ, എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം. എന്താ പഠിച്ച നമ്മള്? ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓർ മാർക്കറ്റ് പ്രൈസ് ഓഫ് all goods and services produced in the domestic territory of a country during 1 year or an accounting year. അല്ലെ, കണക്ക് വർഷം, അല്ലെ, സാമ്പത്തിക വർഷം, ഫിസിക്കൽ ഇയർ, അല്ലെ, ഫിനാൻഷ്യൽ ഇയർ. അല്ലെ, അതേ സമയത്ത് നാഷണൽ ഇൻകത്തെ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓർ ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് all final goods and services produced in the country during 1 year. അല്ലെ, അപ്പൊ ഇത് രണ്ട് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ നമുക്കറിയാം പ്രൈസ്, അല്ലെ, നമ്മൾ വളരെ പരിചിതമായ ഒരു പദമാണ് വില. എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെ, നമ്മൾ ഏത് പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ്? ഒരു നിശ്ചിതമായിട്ടുള്ള പ്രൈസ് കാണും, മാർക്കറ്റ് പ്രൈസ് കാണും. അല്ലെ, എന്താ ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ? വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമോഡിറ്റിയുടെ മൂല്യം പ്രകടമാക്കും. എന്താണ് വില എന്ന് പറഞ്ഞാൽ? എന്താണ്? ദി വാല്യൂ ഓഫ് എ കമോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്
മണി. അല്ലേ? ഇതാണ് ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ ദി വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് പ്രൈസ്. മനസ്സിലായോ? അപ്പൊ ഇനി എന്താണ് വില എന്ന് ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ. എന്താണ് വില? ദി വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് പ്രൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ കേട്ടു കമ്മോഡിറ്റി അല്ലെ? എന്താ കമ്മോഡിറ്റി? കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പകരം വേറെ വാക്കുകൾ കേട്ടോ. ഗുഡ്സ് അല്ലെ, ആർട്ടിക്കിൾ, പ്രോഡക്റ്റ് അല്ലെ. അപ്പൊ എന്താണ് കമ്മോഡിറ്റി? ഒരു ചരക്ക്. മലയാളം മീനിങ് അതാ. എക്കണോമിക്കൽ വേർഡുകൾ എപ്പോഴും ഡിക്ഷണറി മീനിങ്ങുകളേക്കാൾ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ആണ് കമ്മോഡിറ്റി മേ ബി എനി ഗുഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെയിൽ ഇൻ ദി മാർക്കറ്റ്. ഇതാടെ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താകാം? കമ്മോഡിറ്റി മേ ബി എനി ഗുഡ്സ്. ഏതൊരു സാധനവുമാകാം. അതെങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെയിൽ ഇൻ ദി മാർക്കറ്റ് അല്ലെ. അത് മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നത് ആയിരിക്കണം. അപ്പൊ എന്താ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ? കമ്മോഡിറ്റി മേ ബി എനി ഗുഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സെയിൽ ഇൻ ദി മാർക്കറ്റ് അല്ലെ. മാർക്കറ്റുകളിൽ, കമ്പോളങ്ങളിൽ അല്ലെ, വിപണി അല്ലെ, ചന്ത അല്ലെ, കമ്പോളങ്ങളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു കമ്മോഡിറ്റി ആയിട്ട് കണക്കാക്കാം അല്ലെ. അപ്പോൾ നമ്മൾ അവിടെ വേറൊരു പദം നമ്മൾ ഉപയോഗിച്ചു അല്ലെ, മാർക്കറ്റ് അല്ലെ. നമുക്ക് പരിചിതമായ മറ്റൊരു പദം കടന്നു വരുന്നു അല്ലെ, കമ്പോളം. എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലെ. അപ്പോൾ കമ്പോളം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തിനാ കമ്പോളത്തിൽ പോകുന്നത്? വിപണികളിൽ പോകുന്നത് എന്തിനാ? സാധനങ്ങൾ വാങ്ങാൻ അല്ലെ. വാങ്ങാൻ വേണ്ടി മാത്രമേ പോകാറുള്ളൂ? വാങ്ങുന്നവർ മാത്രമേ കാണാറുള്ളൂ? അല്ല, വിൽക്കുന്നവരുമുണ്ട്. എന്നാലേ അതൊരു വിപണിയാവുള്ളൂ അല്ലെ. അപ്പോ സാധനങ്ങളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്നവനും വിൽക്കുന്നവനും പരസ്പരം ബന്ധപ്പെടുന്ന മൊത്തം പ്രദേശം. എന്താ പറഞ്ഞ? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്നവൻ. അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മലയാള വേർഡുകൾ ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ വാങ്ങുന്നവൻ അല്ലേ. വാങ്ങുന്നവൻ നമ്മൾ എക്കണോമിക്സിൽ എന്താ പറയുക? ക്രേതാവ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ബയർ അല്ലെ. വിൽക്കുന്നവൻ വിക്രേതാവ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഏത് പദം ഉണ്ടായത്? ക്രയവിക്രയം ഉണ്ടായത്, കൊടുക്കൽ വാങ്ങൽ. അപ്പൊ എന്താണ് മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ, മാർക്കറ്റ് ഈസ് ദി ടോട്ടൽ ഏരിയ. എന്താ ടോട്ടൽ ഏരിയ? മൊത്ത പ്രദേശം. അതിലെന്താ എന്താ ചെയ്യുന്ന? ഇൻ വിച്ച് ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ആരാ ബയർ? വേറെ ആരാ? വാങ്ങുന്നവർ. ആരാ? സെല്ലർ. ആരാ? വിൽക്കുന്നവൻ അല്ലെ. ആ ബയേഴ്സും സെല്ലേഴ്സും എന്ത് ചെയ്യും? ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അവരെന്ത് ചെയ്യും? പരസ്പരം കോണ്ടാക്ട് ചെയ്യും അല്ലെ. പരസ്പരം ബന്ധപ്പെടും. എന്തിനു വേണ്ടി? ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് സർട്ടൻ കമ്മോഡിറ്റി, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? സർട്ടൻ ഗുഡ്സ് അല്ലെ. നിശ്ചിത സാധനങ്ങളെ അല്ലെ. സാധനങ്ങളെ എന്ത് ചെയ്യുന്നു? വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പരസ്പരം ബന്ധപ്പെടുന്നു അല്ലെ. അപ്പൊ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ക്രേതാക്കളാരാ? ക്രേതാവാരാ? ബയർ അല്ലെ. ക്രേതാക്കളും അല്ലെ. വിക്രേതാവാരാ? ആരാ? സെല്ലർ അല്ലെ. വിൽക്കുന്നവൻ അല്ലെ. വിൽക്കുന്നവരും എന്ത് ചെയ്യും? പരസ്പരം ബന്ധപ്പെടുന്നു അല്ലെ. അങ്ങനെയുള്ള മൊത്ത പ്രദേശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാർക്കറ്റ് ഈസ് ദി ടോട്ടൽ ഏരിയ ഇൻ വിച്ച് ദി ബയേഴ്സ് ആൻഡ് ദി സെല്ലേഴ്സ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് കമ്മോഡിറ്റീസ് ഓർ ഗുഡ്സ്. പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞ? മാർക്കറ്റ് ഈസ് ദി ടോട്ടൽ ഏരിയ ഇൻ വിച്ച് ദി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് കമ്മോഡിറ്റീസ് അല്ലെ. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ക്രേതാക്കളും വിക്രേതാക്കളും പരസ്പരം ബന്ധപ്പെടുന്ന മൊത്ത പ്രദേശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഒരു കമ്പോളം എന്ന് പറഞ്ഞത് അല്ലെ. വിപണി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ്? GDP പരിചയപ്പെട്ടു, നാഷണൽ ഇൻകം പരിചയപ്പെട്ടു അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഏതിനെ പരിചയപ്പെട്ടു? ഏത്?
ഏതാണ്? വില പരിചയപ്പെട്ടു അല്ലെ, പ്രൈസ് പരിചയപ്പെട്ടു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്മോഡിറ്റി എന്താണെന്ന് പരിചയപ്പെട്ടു അല്ലെ. കമ്മോഡിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ അത് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെ, മാർക്കറ്റിനെ പരിചയപ്പെട്ടു അല്ലെ. ഇനി നമുക്ക് സമ്പദ് വ്യവസ്ഥകളിലേക്ക് കിടക്കാം. നമ്മൾ പലതരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ. വികസനമാണെങ്കിലും അതുപോലെ തന്നെ സംഘാടന രീതിയിലുള്ളതാണെങ്കിലും പലതരത്തിൽ രാജ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോ നിങ്ങൾ വളരെ പരിചിതമായി കേട്ട രാജ്യങ്ങളായ വികസിതം, അവികസിതം, വികസ്വരം അല്ലെ, അങ്ങനെയുള്ള പല പദങ്ങളും കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ രാജ്യങ്ങളെ തരംതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിയാമോ? അതെ, അത് തരംതിരിക്കുന്നത് സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക വികസനം അല്ലെ. ഇക്കണോമിക് ഡെവലപ്മെന്റ് ബേസ് ചെയ്ത രാജ്യങ്ങളെ വർഗീകരിക്കുന്നുണ്ട്. എങ്ങനെ? ഏതിന്റെ അടിസ്ഥാനത്തിലാ? സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് ഓൺ ദി ബേസിസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. അപ്പൊ സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളെ നമുക്ക് പ്രധാനമായും എത്രയായി വർഗീകരിക്കാം? രണ്ടായി വർഗീകരിക്കാവുന്നതാണ് അല്ലേ. കാരണം നമ്മൾ ഒരുപാട് പദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എത്ര തരത്തിലുള്ള വർഗീകരണം എന്നൊക്കെ ചിന്തിക്കാം. അപ്പോ സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളെ രണ്ടായി അല്ലെ, അടിസ്ഥാനപരമായി രണ്ടായി വർഗീകരിച്ചിരിക്കുന്നു. ഒന്ന് എന്ന് പറയുന്നത് വികസിതം അല്ലെ, ഡെവലപ്ഡ് അല്ലെ. രണ്ട് എന്ന് പറയുന്നത് എന്താ? അണ്ടർ ഡെവലപ്ഡ്, അവികസിതം അല്ലെ. അപ്പൊ നമ്മൾ കേട്ട് കാണും അല്ലെ, ഡെവലപ്പിംഗ് അല്ലെ, ഏതാ? വികസ്വരം അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞ പദങ്ങൾ ഏതൊക്കെയാണ്? വികസിതം, ഡെവലപ്ഡ് അല്ലെ, അവികസിതം, അണ്ടർ ഡെവലപ്ഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില രാജ്യങ്ങൾ അല്ലെ അവികസിത മായി നിലനിൽക്കുന്ന ചില രാജ്യങ്ങൾ വികസനത്തിന്റെ പാതയിലേക്ക് വരാം. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യ. ഇന്ത്യ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്ന? ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി അല്ലെ, വികസ്വര രാജ്യം അല്ലെ, അങ്ങനെയല്ലേ. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അണ്ടർ ഡെവലപ്ഡ് നേച്ചറുള്ള എക്കോണമികളെ, ഇക്കോണമി മീൻസ് സമ്പദ് വ്യവസ്ഥ, ഇക്കോണമി സമ്പദ് വ്യവസ്ഥ അല്ലെ. അപ്പൊ എങ്ങനെ? അണ്ടർ ഡെവലപ്ഡ് നാച്ചുറൽ എക്കോണമികളെ അല്ലെ, അവികസിത സ്വഭാവമുള്ള സമ്പദ് വ്യവസ്ഥകളെ പല പദങ്ങളിലൂടെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ. അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമീസ് ആർ അതർവൈസ് കോൾഡ് ഡെവലപ്പിംഗ്, പുവർ, ബാക്ക്വേർഡ്, തേർഡ് വേൾഡ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലെ. എന്തൊക്കെയാണ്? ദരിദ്രം, പുവർ അല്ലെ. അതുപോലെ തന്നെ ബാക്ക്വേർഡ്, പിന്നോക്കം നിൽക്കുന്നത്, തേർഡ് വേൾഡ്, മൂന്നാം കിടം അല്ലെ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രികൾ, വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രികളെയും നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഡെവലപ്ഡ് കൺട്രീസ് ആർ അതർവൈസ് നോൺ ആസ് എന്താണ്? അഡ്വാൻസ്ഡ് കൺട്രീസ് അല്ലെ, ഫോർത്ത് വേൾഡ് കൺട്രീസ് അല്ലെ. ഇങ്ങനെ എന്താണ്? സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യങ്ങളെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥകളെ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായി തരംതിരിച്ചു. എന്തെന്നെല്ലാം? ഡെവലപ്ഡ് എന്നും പിന്നെ എന്തെന്നും? അണ്ടർ ഡെവലപ്ഡ് എന്നും അല്ലെ. അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് കൺട്രികളെ നമ്മൾ ഏതെല്ലാം പേരുകളിൽ വിശേഷിപ്പിച്ചു? ഡെവലപ്പിംഗ്, പുവർ, ബാക്ക്വേർഡ്, തേർഡ് വേൾഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചു അല്ലെ. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രികളെ അഡ്വാൻസ്ഡ്, ഫോർവേഡ്, ഫോർത്ത് വേൾഡ് അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചു അല്ലെ. അപ്പോ ഈ വർഗീകരണം നമ്മൾ നടത്തിയ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതിന്റെ? ഓൺ ദി ബേസിസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെ, സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ പഠിക്കുന്നു എന്താ? ഓൺ ദി ബേസിസ് ഓഫ് economic development, world countries are classified into two. They are developed and underdeveloped അല്ലെ. അപ്പൊ വികസിതമെന്നും അവികസിതമെന്നും സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ
ലോകരാജ്യങ്ങളെ രണ്ടായി തരംതിരിക്കാം. മനസ്സിലായോ? അപ്പം തരംതിരിച്ചത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന സാമ്പത്തിക സംഘാടനത്തിന്റെ അടിസ്ഥാനത്തിലും രാജ്യങ്ങളെ തരംതിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചത് അല്ലെ? അതുപോലെ തന്നെ സാമ്പത്തിക സംഘാടനത്തിന്റെ അടിസ്ഥാനത്തിലും സമ്പദ് വ്യവസ്ഥകളെ തരംതിരിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് അതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാമ്പത്തിക വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തരംതിരിക്കാവുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക സംഘാടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺ ദി ബേസിസ് ഓഫ് ഇക്കണോമിക് ഓർഗനൈസേഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക സംഘാടനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്കോണമീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 അല്ലേ? സമ്പദ് വ്യവസ്ഥകളെ മൂന്നായി തരംതിരിക്കാം. വാട്ട് ആർ ദേ? ഏതൊക്കെയാണത്? ദേ ആർ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. What do you mean by capitalism? Capitalism is an economic system in which all means of productions are owned and controlled by private individuals. മുതലാളിത്തം എന്നാൽ എന്താ? സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദന വിഭവങ്ങളുടെയും ഉടമസ്ഥതയും നിയന്ത്രണവും സ്വകാര്യ വ്യക്തികളിലായിരിക്കും. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് എന്ത്? ക്യാപിറ്റലിസം, മുതലാളിത്തം. അപ്പോൾ ക്യാപിറ്റലിസം എന്നാൽ ക്യാപിറ്റലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സ്വകാര്യ വ്യക്തികളല്ല. അവിടെ അതിനായിട്ട് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനമാണ് പ്രൈസ് മെക്കാനിസം, വില സംവിധാനം. അതിനെ മാർക്കറ്റ് മെക്കാനിസം എന്നും അറിയപ്പെടുന്നുണ്ട്, കമ്പോള സംവിധാനം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ ബേസിക് പ്രോബ്ലംസ് ആയ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അല്ലെ? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, വാട്ട്, ഹൗ ആൻഡ് ഫോർ ഹൂം അല്ലെ? എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി അല്ലെ? ഈ ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലെ, അതാണ് ഏതൊരു സമ്പദ് വ്യവസ്ഥയും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെ? അടിസ്ഥാനപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക് പ്രോബ്ലംസ്, സെൻട്രൽ പ്രോബ്ലംസ് എന്നൊക്കെ വിളിക്കാനും അല്ലെ? അതിന് പരിഹാരം കാണുന്നത് എന്തിലൂടെയാണ്? പ്രൈസ് മെക്കാനിസത്തിലൂടെയാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ നമ്മൾ ഒരു പേരിൽ കൂടി വിശേഷിപ്പിക്കുന്നു, മാർക്കറ്റ് ഇക്കോണമി എന്ന് വിളിക്കും അല്ലെ? അപ്പോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈസ് അതർവൈസ് കോൾഡ് മാർക്കറ്റ് എക്കോണമി. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അണ്ടർ capitalism the basic decisions are solved through price mechanism or market mechanism. So capitalist economy is always called market economy. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സോഷ്യലിസം എന്ന് നോക്കാം. സോഷ്യലിസം എന്നാൽ it is an economic system in which all means of productions are owned and controlled by the government. അല്ലേ? അപ്പം എന്താ സോഷ്യലിസം എന്നാൽ? സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദന വിഭവങ്ങളും അല്ലേ, അവയുടെ നിയന്ത്രണവും ഉടമസ്ഥതയും ഗവൺമെന്റിനായിരിക്കും, സ്റ്റേറ്റിനായിരിക്കും. അപ്പം എന്താ സോഷ്യലിസം എന്നാൽ? സോഷ്യലിസം ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് all means of productions are owned and controlled by the government അല്ലെ? അങ്ങനെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അത് പ്ലാനിംഗ് അതോറിറ്റി ആയിരിക്കും. എന്താണ്? അണ്ടർ സോഷ്യലിസം ദി ബേസിക് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ പ്ലാനിംഗ് അതോറിറ്റി. സോ socialist economy is otherwise known as
പ്ലാൻഡ് ഇക്കോണമി. അല്ലേ? അപ്പൊ എന്താണ് വിളിക്കുന്നത് നമ്മൾ? സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണ് വിളിക്കുന്നത്? സോഷ്യലിസ്റ്റ് എക്കോണമി ഈസ് അതർവൈസ് കോൾഡ് പ്ലാൻഡ് എക്കോണമി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് പോകാം. എന്താ മൂന്നാമത്തെ വിഭാഗം? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. അല്ലെ? മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. എന്താ? മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാൽ ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു മിശ്രിത രൂപം. അല്ലെ? മിക്സഡ് എക്കോണമി is the mixed form of both capitalism and socialism. അല്ലെ? The mixed economy is the mixed form of both capitalism and socialism. അല്ലെ? അപ്പൊ രണ്ടിന്റെ മിക്സഡ് ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപിറ്റലിസത്തിൽ പരിചയപ്പെട്ടതുപോലെ പ്രൈസ് മെക്കാനിസവും അതുപോലെ തന്നെ സോഷ്യലിസത്തിൽ പരിചയപ്പെട്ടതുപോലെ തന്നെ പ്ലാനിംഗ് അതോറിറ്റിക്കും എവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും? മിക്സഡ് എക്കണോമിക് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അല്ലെ? അണ്ടർ മിക്സഡ് എക്കണോമിക് സിസ്റ്റം, പ്ലാനിംഗ് അതോറിറ്റി ആൻഡ് പ്രൈസ് മെക്കാനിസം കോ എക്സിസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എന്താണ് മിക്സഡ് എക്കോണമി എന്ന് മനസ്സിലായല്ലോ? എന്താണ് മിക്സഡ് എക്കോണമി? ഇസ് ദി മിക്സഡ് ഫോം ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പരിചയപ്പെട്ടു. അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത് സെക്ടറുകളെ കുറിച്ചാണ്. കേട്ട് കാണും അല്ലെ? മേഖലകൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? അപ്പോൾ മേഖലകൾ പ്രധാനമായിട്ടും അവയുടെ വർഗീകരണം നടപ്പിലാക്കുന്നത് CSO ആണ്. കേട്ടിട്ടുണ്ടോ? ആരാ? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. മേഖല വർഗീകരണം നടപ്പിലാക്കുന്ന CSO ആണ്. അപ്പോൾ CSO പബ്ലിഷ് ചെയ്യുന്ന NAS-ലൂടെ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് NAS-ലൂടെയാണ് സെക്ടറൽ ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്ടറുകളെ പ്രധാനമായിട്ടും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 9 സെക്ടേഴ്സ് ആയിട്ടും 18 കാറ്റഗറിയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതേറ്റ് നിർത്തിയിട്ടുണ്ട്. അല്ലെ? അതൊക്കെയാണ് ആരാ ക്ലാസിഫിക്കേഷൻ നടന്ന? CSO. അല്ലെ? അപ്പൊ CSO പബ്ലിഷ് ചെയ്യുന്ന എന്തിലൂടെ? NAS-ലൂടെ. അല്ലെ? ഇപ്പൊ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്ന നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സെക്ടറുകളെ എങ്ങനെയൊക്കെ ആയിട്ട് 9 സെക്ടേഴ്സ് ആയിട്ടും 18 കാറ്റഗറിയുമായിട്ടും ക്ലാസിഫൈ ചെയ്തു. അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സെക്ടറുകളെ പ്രധാനമായിട്ടും നമുക്ക് 3ആയി തരംതിരിക്കാവുന്ന. അല്ലെ? കേട്ട് കാണും അല്ലെ? ഏതൊക്കെയാ? അതെ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ടേർഷറി. അല്ലെ? അങ്ങനെയല്ലേ? ഇപ്പോ കാർഷികം, വ്യവസായം, പിന്നെ തൃതീയം. അപ്പൊ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. അഗ്രികൾച്ചർ ഓർ പ്രൈമറി. അങ്ങനെ കേട്ട് കാണും അല്ലെ? കാർഷികം അഥവാ പ്രാഥമികം. സെക്കൻഡ്, ഇൻഡസ്ട്രി ഓർ സെക്കൻഡറി. വ്യവസായം അഥവാ ദ്വിതീയം. അപ്പോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ടേർഷറി ഓർ സർവീസ്. ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? അഗ്രികൾച്ചർ പ്രൈമറി, അല്ലെ? ഇൻഡസ്ട്രി സെക്കൻഡറി. മൂന്നാമത്തെ എങ്ങനെയാ? ടേർഷറി ബിക്കം സർവീസ്. അല്ലെ? ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ കൃഷി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാർഷിക മേഖല അല്ലെ നമുക്ക് പരിചിതമാണ്. അല്ലെ? ഒരു നീണ്ട കാലയളവിൽ കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അല്ലെ? കേൾക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ മേഖലയായിട്ട് തോന്നാമെങ്കിലും അങ്ങനെ വരുന്ന കാർഷിക മേഖലയിൽ നിരവധി മേഖലകൾ ഉൾപ്പെട്ടതാണ്. അല്ലെ? അഗ്രികൾച്ചർ സെക്ടർ ഈസ് എ ബ്രോഡ് സെക്ടർ. അല്ലെ? വിശാലമായ ഒരു മേഖലയാണ്. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ ഈസ് കൺസിഡേർഡ് ആസ് ദി ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. അല്ലെ? മെയിനായിട്ടും മെയിൻലി ഏത് കൊളോണിയൽ പീരീഡിൽ. അല്ലെ? അപ്പോൾ അങ്ങനെ വരുന്ന ഈ കാർഷിക മേഖലയിൽ ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അഗ്രികൾച്ചർ, മൈനിങ്, ക്വാറിയിങ്, ഫോറസ്ട്രി, ഫിഷിംഗ്, അനിമൽ ഹസ്ബൻഡറി, പൗൾട്രി, എറ്റ്സെട്ര.
അല്ലെ? ഇത്രയും വിശാലമായ മേഖലകൾ വരുന്നുണ്ട് അല്ലെ? ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഏത്? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോ അഗ്രികൾച്ചറൽ സെക്ടർ ഓർ ഏത്? പ്രൈമറി, കാർഷിക മേഖല അഥവാ പ്രാഥമിക മേഖല. അപ്പൊ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഏതാ? ഇൻഡസ്ട്രിയാണ്, വ്യവസായം അല്ലെ? ഇൻഡസ്ട്രി എന്താകുന്നു? ഇൻഡസ്ട്രി സെക്കൻഡറി ആകുകയാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അപ്പോൾ ഏതൊക്കെ വരും? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉൾപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, മൈനിങ്, ക്വാറിയിങ് അല്ലെ? ഇതാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താകുന്നു? സെക്കൻഡറി ആയിട്ട് മാറുകയാണ്, ദ്വിതീയമായിട്ട് മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ചില മേഖലകൾ കൂടി അവയോടൊപ്പം ആഡ് ചെയ്യും, നമ്മൾ കൂട്ടിച്ചേർക്കും. ഏതൊക്കെയെന്ന് വെച്ചാൽ അതാണ് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. ഏതൊക്കെ? ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ വരുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്? മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് ക്വാറിയിങ് അല്ലെ? അതിനോടൊപ്പം നമ്മൾ ഏതിനെ കൂടെ ഉൾപ്പെടുത്തുന്നു? ഇലക്ട്രിസിറ്റി ഉൾപ്പെടുത്തുന്നു, പിന്നെ ഗ്യാസ് ഉൾപ്പെടുത്തുന്നു, പിന്നെ ഏത്? വാട്ടർ സപ്ലൈ അല്ലെ? അപ്പോൾ അതെന്തായി മാറും? സെക്കൻഡറി ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ? അഗ്രികൾച്ചർ നമ്മൾ പരിചയപ്പെട്ടു, ഇൻഡസ്ട്രി പരിചയപ്പെട്ടു അല്ലെ? അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്ന മൂന്നാമത്തെ സെക്ടർ ഏതാ? ടേർഷറി അല്ലെ? ടേർഷറിയിൽ വരുന്ന ഏതൊക്കെയെന്ന് വെച്ചാൽ ട്രേഡ് വരുന്നുണ്ട് അല്ലെ? വ്യാപാരം വരുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ് വരുന്നുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചേർത്താണ് നമ്മൾ പറയുന്നത്. എന്താ? കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസസ്, സാമുദായിക, സാമൂഹിക, വ്യക്തിപര സേവനങ്ങൾ. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിസിനസ് സർവീസസ് കേട്ടോ അല്ലെ? വസ്തു ക്രയവിക്രയങ്ങളും വ്യാപാര സേവനങ്ങളും. അപ്പോ ഏതൊക്കെയാണ് വരുന്നത്? ടെർഷറി സെക്ടറിൽ വരുന്ന സെക്ടേഴ്സ് ട്രേഡ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിസിനസ് സർവീസസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ കമ്മ്യൂണിറ്റി, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസസ് അല്ലെ? ഇതിനോടൊപ്പം ഇലക്ട്രിസിറ്റി നമ്മൾ നേരത്തെയും കണ്ടതാണ് അല്ലെ? ഇപ്പൊ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, പിന്നെ വാട്ടർ സപ്ലൈ, പിന്നെ കൺസ്ട്രക്ഷൻ അല്ലെ? ഇവയെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെർഷറി സെക്ടർ എന്തായി മാറുന്നു? സർവീസ് സെക്ടർ ആയിട്ട് മാറുന്നു അല്ലെ? ഇന്ന് ഇന്ത്യ ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും ഏത് മേഖലയെ തന്നെയാണ്? സർവീസ് സെക്ടറിനെ തന്നെ അല്ലെ? സേവന മേഖലയെ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ മേഖലകളെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാലോ? അപ്പോൾ മേഖലകളുടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ആരാണ്? CSO ആണ് അല്ലെ? അപ്പോൾ CSO പബ്ലിഷ് ചെയ്യുന്ന നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ് മേഖലകൾ വർഗീകരിക്കപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മേഖലകളെ മൂന്നായി തരംതിരിച്ച് അഗ്രികൾച്ചർ എന്നും ഇൻഡസ്ട്രി എന്നും ടെർഷറി എന്നും തിരിച്ചു. അഗ്രികൾച്ചർ പ്രൈമറി ആകുമ്പോൾ ഇൻഡസ്ട്രി സെക്കൻഡറി ആയിട്ടും ടെർഷറി സർവീസ് ആയിട്ടും മാറുന്നു. ഓക്കെ, എല്ലാവർക്കും ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സുകൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.